അജ്ഞാത സ്രോതസ്സുകളിൽ നിന്ന് തെറ്റായ വാർത്ത നൽകുന്നവർക്കെതിരെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തനിക്കെതിരെ വ്യാജ വാർത്ത നിർമ്മിക്കുന്ന വ്യക്തികൾക്കെതിരെയും സ്ഥാപനങ്ങൾക്കെതിരെയും നടപടിയെടുക്കുമെന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നു. അതേസമയം ട്രംപ് വീണ്ടും അധികാരത്തിലേറിയ ശേഷമുള്ള ആദ്യത്തെ ക്യാബിനറ്റ് മീറ്റിംഗ് ഇന്ന് നടന്നു. പത്രപ്രവർത്തകൻ മൈക്കൽ വൂൾഫിന്റെ ഓൾ ഓർ നത്തിങ് ഹൗ ട്രംപ് റീക്യാപ്ചേർഡ് അമേരിക്ക എന്ന പുസ്തകം പുറത്തിറങ്ങി വലിയ രീതിയിൽ ചർച്ചയായതിനു പിന്നാലെയാണ് ട്രംപിന്റെ പുതിയ നീക്കം ഉണ്ടായിരിക്കുന്നത്. അധികാരത്തിലേറിയതിനു ശേഷം വ്യാജവാർത്തകളും പുസ്തകങ്ങളും കെട്ടുകഥകളും ധാരാളം ഉണ്ടാകുന്നുണ്ട്. സത്യസന്ധതയില്ലാത്ത എഴുത്തുകാർക്കെതിരെയും പ്രസാധകർക്കെതിരെയും കേസെടുക്കും. അപകീർത്തികരമായി പ്രചരിപ്പിക്കുന്ന ഈ കഥകൾ കെട്ടിച്ചമച്ചതാണ്. അതിനെതിരെ പുതിയ നിയമങ്ങൾ സൃഷ്ടിക്കും. അത് രാജ്യത്തിനുള്ള സേവനമായിരിക്കും നൽകുക എന്നും ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവച്ചു. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ക്യാബിനറ്റ് യോഗം ഇന്ന് വൈറ്റ് ഹൗസിൽ ചേർന്നു. എല്ലാ വകുപ്പ് സെക്രട്ടറിമാരും യോഗത്തിൽ പങ്കെടുത്തു. ക്യാബിനറ്റ് അംഗമല്ലാത്ത ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി അഥവാ ഡോജ് തലവൻ ഇലോൺ മസ്കും ട്രംപിന്റെ ആദ്യ ക്യാബിനറ്റ് യോഗത്തിനുണ്ടായിരുന്നു. മസ്കിന്റെ നടപടികൾ സർക്കാർ സംവിധാനങ്ങളിലുള്ള വിശ്വാസം തകർക്കുന്നുവെന്നാരോപിച്ച് ഡോജിൽ നിന്നും കൂട്ടരാജിവെച്ചിരിക്കുകയായിരുന്നു ചില ഉദ്യോഗസ്ഥർ. 21 ഉദ്യോഗസ്ഥരാണ് ഡോജിൽ നിന്നും രാജിവെച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് ട്രംപ് മടങ്ങിയെത്തിയതിന് പിന്നാലെയുള്ള വലിയ പ്രഖ്യാപനമായിരുന്നു ഡോജ്. ഇന്ന് നടന്ന ആദ്യ ക്യാബിനറ്റ് മീറ്റിംഗിൽ പല സുപ്രധാന തീരുമാനങ്ങളുമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷക്കീന ന്യൂസ്.